നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് പ്രൈസ് കുര്യാക്കോസ് ആണ്. ജാഗോ 23യുടെയും അതുപോലെ തന്നെ ജാഗോ 25ൻ്റെയും ജനറൽ കോർഡിനേറ്റർ ആയിരുന്നു. പ്രൈസ് ഏട്ടാ, വെൽക്കം. താങ്ക് യു. പ്രൈസ് ഏട്ടാ, നമ്മുടെ 2025 ജാഗോ കോൺഫറൻസിൽ ഓൾമോസ്റ്റ് ഒരു 10-12,000 ആളുകളുണ്ടായിരുന്നു. അതുപോലെ തന്നെ 2023 ജാഗോ കോൺഫറൻസിൽ ഓൾമോസ്റ്റ് ഒരു 16,000-ഓളം ആൾക്കാരുണ്ടായിരുന്നു. ഇത്രയും വലിയൊരു പ്രോഗ്രാമിൻ്റെ ജനറൽ കോർഡിനേറ്ററായിട്ട് ചേട്ടൻ വരുമ്പോൾ ഇനീഷ്യലി ചേട്ടൻ്റെ മൈൻഡിലൊക്കെ എന്തായിരുന്നു, എങ്ങനെയായിരുന്നു ഈ ഒരു ഉത്തരവാദിത്തത്തിലേക്ക് ചേട്ടൻ വന്നത്? 2023 ഈ കോൺഫറൻസ് ഞാൻ കോർഡിനേറ്ററായിട്ട് വരുമ്പം ആദ്യം ഈ കോൺഫറൻസിനെ കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുമ്പോൾ 6,000 പേരുടെ കോൺഫറൻസ് ആയിരുന്നു. അത് പിന്നീട് 17,000 പേര് വരുന്നൊരു കോൺഫറൻസിലോട്ട് പിന്നീടാണത് മാറുന്നത്. പക്ഷേ അന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ്, അതുവരെയുള്ള ഒരു എക്സ്പീരിയൻസോ കാര്യങ്ങളിലോ ഒക്കെ ഒന്ന് ഊന്നിയൊക്കെ ഞാൻ പലതും ചെയ്യാൻ ശ്രമിച്ചപ്പം ആ കോൺഫറൻസിൻ്റെ സമയത്ത് എന്നെ പഠിപ്പിച്ച ഏറ്റവും വലിയൊരു കാര്യം ദൈവാശ്രയത്വ ബോധമായിരുന്നു. അവിടെ നടന്ന പല കാര്യങ്ങളും കാണുമ്പം ദൈവം എത്രയോ ഭംഗിയായിട്ടായിരുന്നു അതിനെ പ്ലേസ് ചെയ്തതെന്ന് ഞാൻ മനസ്സിലാക്കി. കഴിവുകൾക്കപ്പുറത്തേക്ക് എന്തായിരുന്നു അവിടെ ആവശ്യം, അതിനെ കൃത്യമായിട്ട് കർത്താവ് ക്രമീകരിച്ചു. ഈ ഒരു കോൺഫറൻസിലേക്ക് വരുമ്പോൾ ഏറ്റവും വലിയ എൻ്റെ കോൺഫിഡൻസും അത് തന്നെയായിരുന്നു. കർത്താവിൽ ആശ്രയിക്കുക, കർത്താവാണ് ഇത് വഴി നടത്തുന്നത്. അവനൊരു പദ്ധതിയുണ്ട്, ആ പദ്ധതിക്ക് അനുസരിച്ച് ഇത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് അവൻ ക്രമീകരിക്കും എന്നുള്ളതാണ്. അതിന് ഞാനൊരു ഉപകരണമാവുക, അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾ ഇതിനൊരു ഉപകരണമാവുക എന്നുള്ളത് മാത്രമാണ് എന്നെ പഠിപ്പിച്ചതായിരുന്നു 2023 കോൺഫറൻസ്. എനിക്ക് തോന്നുന്നു ആ ഒരു എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ആ ഒരു ദൈവം കാണിച്ചു തന്ന ആ ഒരു ദൈവാശ്രയത്തിൻ്റെ ഒരു ശൈലി, അതായിരുന്നു ഈ ഒരു കോൺഫറൻസിൽ വീണ്ടും ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ എന്നെ പ്രേരിപ്പിച്ചൊരു ഘടകം. പലപ്പോഴും അത്രയും വലിയൊരു കോൺഫറൻസൊക്കെ കഴിഞ്ഞ് വീണ്ടും ഇതേ ഒരു ഉത്തരവാദിത്തം ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടൊരു മടിയുണ്ടാകും. പക്ഷേ അതിൻ്റെ ഒരു ഡിസൈൻമെൻറ്റിലൂടെയൊക്കെ പോകുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ചലഞ്ച് ചെയ്തൊരു കാര്യം ഇതായിരുന്നു. ആ ഒരു കോൺഫറൻസ് എൻ്റെ കഴിവല്ലായിരുന്നല്ലോ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ജനറൽ കോർഡിനേറ്ററായിട്ട് നിന്നിട്ട് ഞാൻ എന്തെങ്കിലും അവിടെ ചെയ്തിട്ടില്ല. അത് കർത്താവാണ് ഒരു ഉപകരണമായിട്ട് എന്നെ വഴി നടത്തിയതോ, അല്ലെങ്കിൽ ജനറൽ ടീമിനെ വഴി നടത്തിയതോ, അല്ലെങ്കിൽ ഇത് കോർഡിനേറ്റ് ചെയ്യുന്ന ഓരോ ആളുകളെ വഴി നടത്തിയത്. അപ്പം എന്തുകൊണ്ട് ഞാൻ അതിൻ്റെ അകത്ത് നോ പറയണം എന്നുള്ളത് തന്നെയായിരുന്നു ഈ ഒരു കോൺഫറൻസിലേക്ക് യെസ് പറയാൻ എന്നെ പ്രേരിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട ഘടകം. പ്രൈസ് ഏട്ടാ, നമ്മൾ ഈ ഒരു ക്രൈസ്റ്റ് അക്കാഡമിയിലേക്ക് വരുമ്പോൾ, ഈ ഒരു കോൺഫറൻസിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ എല്ലാ സ്ഥലത്തും നമ്മുടെ ഒരു കോൺഫറൻസിൻ്റെ ആ ഒരു റിച്ച്നെസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. കൺഫെഷൻ ബൂത്തുകൾ, അതുപോലെ തന്നെ അഡോറേഷൻ ആയിട്ടുള്ള സെപ്പറേറ്റ് ഏരിയകൾ, അതുപോലെ തന്നെ ടാലൻറ്റ് അവരുടെ ടാലൻറ്റുകൾ ഉപയോഗിച്ചിട്ട് അവർക്ക് പ്രാർത്ഥിക്കാനും ഒരുമിച്ചിരുന്ന് പാട്ട് പാടാനും ഒക്കെ പറ്റുന്ന ഒരുപാട് സ്ഥലങ്ങൾ കണ്ടിരുന്നു. കുറേ യുണീക്കായിട്ടുള്ള ഒരുപാട് എക്സിബിഷനും, അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് അനേകം വിശുദ്ധരുടെ റിലിക്സും ഒക്കെ ആയിട്ട് ആളുകൾക്ക് വന്ന് കാണാനും പ്രാർത്ഥിക്കാനായിട്ടുള്ള ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു. ജീസസ് യൂത്ത് ഇങ്ങനെ വലിയ വാസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ ചിന്തിക്കാനും ഒക്കെ പറ്റുന്നത് ചേട്ടാ? 2023 നമ്മൾ ഈ ഒരു കോൺഫറൻസിൻ്റെ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്കഷനിൽ അന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ഇരുന്ന് ഡിസ്കസ് ചെയ്യുമ്പോഴും നമുക്കുണ്ടൊരു കൺവിക്ഷനായിരുന്നു, നമ്മളിത് ഈ ഒരു ജനറേഷനിലുള്ള യൂത്തിനെ ഒരുമിച്ച് കൂട്ടുന്ന ഒരു സ്പേസാണ്. പ്രത്യേകിച്ച് ജാഗോ 2025 എന്ന് പറയുന്നത് ഇതൊരു യൂത്ത് കോൺഫറൻസാണ്, ജീസസ് യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന. അപ്പോൾ അവിടെ യുവജനങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ അവർ ഒരു പരിധിയിൽ കൂടുതൽ ഒരു ഹാളിലിരിക്കാനോ അവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്ത് സെഷൻസ് കേൾക്കാനോ ഒന്നും അവർ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അന്ന് നമുക്കുണ്ടായ ഒരു വലിയ കൺവിക്ഷനായിരുന്നു. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണെങ്കിലും ഡിസ്കസ് ചെയ്യുമ്പോഴാണെങ്കിലും ആ ക്യാമ്പസിൻ്റെ ഏതൊരു കോർണറിൽ ഇവർ പോയാലും അവർക്കൊരു എൻകൗണ്ടർ എക്സ്പീരിയൻസ് ഉണ്ടാവണം. അപ്പോൾ അതിൽ ഊന്നിയാണ് നമ്മൾ ഈ ഒരു എൻ്റർ പ്രോഗ്രാം നമ്മൾ വർക്ക് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഇൻസൈഡ് ഒരു ക്ലാസ് റൂമിനുള്ളിലുള്ള സെഷൻസിനേക്കാൾ കൂടുതൽ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് പലതും നമ്മൾ പ്ലാൻ ചെയ്തു. അതവർക്ക് അങ്ങനത്തെ കർത്താവിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന സ്പേസസ് ആയിട്ട്, ഇപ്പം കൺഫെഷൻ ഹഡുകളുണ്ടായിരുന്നു, അവിടെ ആളുകൾക്ക് പോകാം, ഇരിക്കാം, കൺഫസ് ചെയ്യാം എപ്പോൾ വേണമെങ്കിലും. അപ്പോൾ അതൊരു ഓപ്പൺ സ്പേസിലായിരുന്നു നമ്മളിത് സെറ്റ് ചെയ്തിരുന്നത്. അത് 23 ഒരു വലിയ അനുഭവമായിരുന്നു യുവജനങ്ങളെ സംബന്ധിച്ച്. ഈ വർഷവും അത് അങ്ങനെ തന്നെയാണ്. ഒരു 25 ഇന്നലെയൊക്കെ അവിടെ ഒരു വലിയൊരു ക്യൂ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ 29-ാം തീയതി അതൊരു വലിയൊരു ക്രൗഡ് തന്നെയാണ് അവിടെ കൺഫസ് ചെയ്യാനായിട്ട് അവിടെ ഞാൻ അതിൽ നടന്നു പോകുമ്പോൾ കണ്ടത്. അതുപോലെ പല ആക്ടിവിറ്റീസ് അവിടെ നടക്കുന്നു. ടാലൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഔട്ട്ഡോറിൽ നടക്കുന്നു. ഇപ്പം ഈ പറഞ്ഞ പോലെ നമ്മളൊരു ചാപ്പൽ പുറത്ത് സെറ്റ് ചെയ്തു. അപ്പോൾ ആളുകൾക്ക് കുറച്ചും കൂടെയൊക്കെ അത് കാണുമ്പോൾ ഒന്ന് വരാനും ഇരിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ പറ്റുന്ന രീതിയിലൊരു ആംബിയൻസിൽ ഒരു ചാപ്പൽ നമ്മൾ പുറത്ത് സെറ്റ് ചെയ്തു. പല തരത്തിലുള്ള എക്സിബിഷൻസ് നമ്മൾ സെറ്റ് ചെയ്തു. അത് പ്രോ ലൈഫ് റിലേറ്റഡ് ആയിട്ട്, മിഷനുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ പല മിനിസ്ട്രികൾ, ജീസസിനുള്ളിൽ തന്നെ പല മിനിസ്ട്രികളുമായിട്ട് ബന്ധപ്പെട്ട് റെലീക്കുകൾ, അറൗണ്ട് 1500 സയൻസിൻ്റെ ഒരു റെലീക്ക് എക്സിബിഷൻ നമ്മളവിടെ സെറ്റ് ചെയ്തു. അപ്പോൾ ഇതിലൂടെ ഒക്കെ കടന്നു പോകുമ്പോഴത്തേക്ക് അവർ ഏറ്റവും കൂടുതൽ സമയം അവർ പന്തലിൽ സ്പെൻഡ് ചെയ്യുന്നതിനേക്കാൾ, അല്ലെങ്കിൽ മെയിൻ ഹോളിൽ സ്പെൻഡ് ചെയ്യുന്നതിനേക്കാൾ എനിക്ക് തോന്നുന്നു അവർ സമയം സ്പെൻഡ് ചെയ്തത് പുറത്തുള്ള ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലാണ്. അതവർക്കൊരു അനുഭവം ആവാന്നുള്ളത് തന്നെയായിരുന്നു. അത് തന്നെയാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു ജാഗോ എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം നമ്മൾ കാണുന്ന അതർ പ്രോഗ്രാംസുമായിട്ട് ബന്ധപ്പെട്ട്.
പ്രൈസ് ഏട്ടാ, ജാഗോ 2025 കോൺഫറൻസ് ഇപ്പോൾ ഇവിടെ അവസാനിക്കുമ്പോൾ ഒരുപാട് പേര്, ആയിരക്കണക്കിന് ആളുകളാണ് അവരുടെ ഹൃദയത്തിൽ ഈശോനെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ഒരു ദൈവാനുഭവങ്ങളൊന്നും ഒരിക്കലും അവസാനിക്കുന്നില്ലല്ലോ. അപ്പോൾ ജീസസ് യൂത്ത് ഈ ഒരു കാര്യങ്ങളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇവിടെ വരുന്ന ഓരോ ആളുകളും കർത്താവിനെ അനുഭവിക്കുക, അല്ലെങ്കിൽ ആ ഒരു എൻകൗണ്ടർ എക്സ്പീരിയൻസ് അവർക്ക് ഉണ്ടാവുക, അങ്ങനെ ഒരു തിരിച്ചു പോവുക. ഇത് തന്നെയാണ് നമ്മുടെ ഒരു ജാഗോ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു കോൺഫറൻസ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് ആയിരക്കണക്കിന് യുവജനങ്ങൾ, അവർ പല മൂവ്മെൻറ്റുകളിൽ നിന്നാവട്ടെ, ജീസസ് ഇതിനുള്ളിൽ നിന്നാവട്ടെ, ആയിരക്കണക്കിന് യുവജനങ്ങൾ ഒരുമിച്ച് വരുന്നു. അവർ ഈ ദിവസങ്ങളിൽ കർത്താവിനെ ഇവിടെ എക്സ്പീരിയൻസ് ചെയ്തു. നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം അവരതിൽ ജീവിക്കുക എന്നുള്ളതാണ്. അവർ തിരിച്ചു ചെല്ലുക, അവരതിൽ തന്നെ ജീവിക്കുക എന്നുള്ളതാണ്. ഇന്ന് തന്നെ നമുക്ക് ഇവിടെ റീജിയണൽ ബേസ് ഗ്യാതറിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മളവിടെ ഏറ്റവും കൂടുതൽ പുഷ് ചെയ്തത് അവർക്ക് ബിലോങ് ചെയ്യാൻ പറ്റുന്ന ചില സാധ്യതകൾ അനൗൺസ് ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു. ചില ആളുകൾ വേറെ പല മൂവ്മെൻറ്റ്സിൽ നിന്നായിരുന്നു ഈ ഒരു കോൺഫറൻസിൽ അറ്റൻഡ് ചെയ്യാൻ വന്നത്. അവരവരുടെ മൂവ്മെൻറ്റിൽ പോകുന്നു, അല്ലെങ്കിൽ അവർ തിരിച്ചായിരിക്കുന്ന സ്ഥലങ്ങളിൽ ചെല്ലുന്നു, അവരവിടെ കർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ ശ്രമിക്കുക. അല്ലാത്ത ആളുകളെ സംബന്ധിച്ച് നമ്മൾ റീജിയനുകളിലൊക്കെ പല പ്ലാറ്റ്ഫോംസ് അല്ലെങ്കിൽ പല ഫെലോഷിപ്പ് ഗ്രൂപ്പുകൾ അവർക്ക് വേണ്ടി നമ്മൾ ഓഫർ ചെയ്യുന്നു. അവർക്ക് ബിലോങ് ചെയ്യാനും കർത്താവിൻ്റെ കൂടെ ജീവിക്കാനും ഒപ്പം ഈ ഒരു വിശ്വാസത്തിൽ ആഴപ്പെട്ട് മുന്നോട്ട് വളരാനുമായി. താങ്ക് യു.